പൈനാപ്പിൾ ഒരു 8 മാസത്തിന് ശേഷമുള്ള പൈനാപ്പിളിൻ്റെ അവസ്ഥ കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഏകദേശം ഒരു 8 മാസം മുമ്പ് നമ്മൾ ഇട്ട് വെച്ചിരുന്ന പൈനാപ്പിൾ വയനാട്ടോ അത്. അപ്പോൾ ഇത് ഇട്ട് വെച്ചത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ നിങ്ങൾ പോയി കാണണം കേട്ടോ. ഫെബ്രുവരി ഒന്ന് വന്നിട്ട് അപ്പോൾ ഏകദേശം 8 മാസമായിട്ടുണ്ട്. അപ്പം 8 മാസത്തിന് ശേഷം നമുക്കിത് പൊട്ടിച്ച് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ 8 മാസം മുമ്പ് നമ്മളിത് വൈൻ ഇട്ടതിന് ശേഷം നമ്മൾ ഒരാഴ്ചത്തെ നമ്മൾ ഫുള്ള് ആൾട്ടർനേറ്റ് ഡേയ്സ് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കെട്ടി തുണിയിട്ട് കെട്ടി അതിന് ഞാൻ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഒരു ലോങ് ടൈം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ സീൽ ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സീലിങ്ങിലോട്ടോ. ഫസ്റ്റ് ഞാൻ സീലിങ്ങും പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് തുണിയുടെ പുറത്തോടെ കേട്ടോ. നമ്മളന്ന് കഴുകി ഉണക്കിയെടുത്ത നല്ല കോട്ടൻ്റെ മുണ്ടാട്ടോ അത്. ഒരാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച ആൾട്ടർനേറ്റ് ഡേയ്സ് ഇത് ഇളക്കിയതിന് ശേഷം പിന്നെ ലോങ് ടൈമിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ സീലിങ് ചെയ്തായിരുന്നു. ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, എയർ ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോൾ ഇടാതെ നിങ്ങൾ ഒരിക്കലും സീൽ ചെയ്യില്ല കേട്ടോ. ഈ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ ഗ്യാസ് പോകാനുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കീറെടുക്കാം. യെസ്, ഇതാണ് വൈൻ്റെ അവസ്ഥ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇത്രയും ലോങ് ടൈം ഒരു സാധനം ഇങ്ങനെ വെക്കണേ വൈകിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മാസമായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇട്ട. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇട്ട കേട്ടോ. ഇതിനകത്ത് ഏകദേശം ഇത് ഇത്രയാണ് ഉള്ളൂ കേട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ചപ്പോൾ ഉള്ള അവസ്ഥ. ഇപ്പം നമ്മൾ ചില്ലിൻ്റെ ഭരണി വല്ലതുമായിരുന്നു നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ ഇട്ടേക്കുന്ന പൈനാപ്പിൾ എല്ലാം അടിഞ്ഞടിഞ്ഞ് ഇതിൻ്റെ താഴെ കിടക്കുന്ന കേട്ടോ. ഇപ്പോൾ ഈ ഒരു സ്റ്റീലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഇതിനി ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്യാനായിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്, ചെറിയ കണ്ണിയുള്ള അരിപ്പ കേട്ടോ. അരിപ്പ, ഒരു പാത്രം, ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റീൽ കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിനി ഫിൽറ്റർ ചെയ്യുമ്പോഴാണെങ്കിലും ഇതിനകത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇനി ആടാകല്ലോ കേട്ടോ. അതുകൊണ്ട് ഉണങ്ങിയ പാത്രം കൊണ്ട് തന്നെ നമ്മളിത് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഇത് മുഴുവൻ ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കോരിയോണ്ട് തന്നെ ഇതിനകത്ത് ഫിൽറ്റർ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അടിഭാഗമായിരിക്കും ഫുള്ള് കലങ്ങിയിരിക്കണം കേട്ടോ. എനിക്ക് പൈനാപ്പിൾ പൊട്ടിച്ചപ്പോൾ തന്നെ അന്യ സ്മെല്ല്. അതുകൊണ്ട് ബട്ടർഫ്ലൈ, തേനീച്ച അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പ്രസ് ചെയ്ത് വിടാനായിട്ട് ജസ്റ്റ് ഈ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വിടാം കേട്ടോ. നമുക്ക് ഈ ഭരണിക്കകത്തേക്ക് ഒഴിച്ചു വെക്കാം. പൈനാപ്പിൾ ഒരു 8 മാസത്തിന് ശേഷമുള്ള പൈനാപ്പിളിൻ്റെ അവസ്ഥ കേട്ടോ അത്. ഫുള്ള് അതിൻ്റെ സത്ത് മുഴുവൻ ഊറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഫുള്ള് അലിത്തങ്ങ് പോകും. ഇതാണ് പൈനാപ്പിളിൻ്റെ അവസ്ഥ. ഈ വന്നേക്കുന്ന വേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ ശരിക്കും ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. ഇത് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പിഴിഞ്ഞിട്ട് വേറൊരു ബോട്ടിലിനകത്തേക്ക് മാറ്റാം. 3 ലിറ്റർ ഫില്ലായി. നമുക്ക് ഓരോരോ ബോട്ടിലിനകത്തേക്ക് കയറ്റാം. ഇതാണ് നമ്മൾ ഭരണിയിലേക്ക് മാറ്റിയത്. ഇതിൻ്റെ കളർ നോക്കി, യെല്ലോയിൽ നിന്ന് ഓറഞ്ചിലേക്ക് എത്തിയിട്ടില്ല. എന്തോരം 3/4 ലിറ്ററിൻ്റെ കുപ്പിയാ ഇതാട്ടോ ഇതിൻ്റെ കളർ വരുന്നത്. പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു കളറായിരിക്കും, പിന്നെ ഡാർക്കായിട്ട്. ഇതിനകത്ത് ഇപ്പോഴും നല്ല പൊടിയുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം കൂടെ ബോട്ടിലിൽ ഇങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ പൊടിയൊക്കെ അടിഞ്ഞ് ഒന്നുകൂടി ക്ലീൻ ആയിട്ട് വരും കേട്ടോ. ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ തൂച്ച് നോക്കിയാൽ ഇങ്ങനെ ഈ സോഡയൊക്കെ പൊടിയിട്ട് ഗ്യാസ് മുകളിലേക്ക് പോകില്ലേ, അതേപോലത്തെ ഒരു തരിതിരി മുകളിലേക്ക് പോകുന്നുണ്ട്. നല്ല സ്മെല്ലാട്ട്. ഇതിങ്ങനെ ഫിൽറ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു തോർത്തിനകത്തേക്ക് ഇട്ടിട്ട്
തോർത്ത് ജസ്റ്റ് പിഴിഞ്ഞെടുക്കൂല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാം കേട്ടോ. പല രീതിയിൽ നമുക്ക് വൈനുകൾ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും സൗകര്യമായത് ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ബോട്ടിലും ഭരണിയിലും ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ വൈനാണ്. മുഴുവനെ എടുത്തിട്ടില്ല, നമുക്ക് കുറച്ചും കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുപ്പി ഇത്ര ഉള്ളായിരുന്നു. ഞാൻ ഓൾറെഡി ആ തെളി മാത്രമാണ് അല്ലെങ്കിൽ എടുത്തത്, ഫുള്ളായിട്ട് ഷേക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ബാക്കി അവിടെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് തീരുമ്പോൾ നിറച്ച് ഞാൻ വെച്ചോളാം. അപ്പം നമ്മുടെ ഫിൽറ്ററിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്ര നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിലെല്ലാം ഞാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവൻ കുടിക്കോ? ഇപ്പൊ ഈ ഗ്ലാസ് നോക്കി കഴിഞ്ഞാൽ അത് നിറച്ച് മട്ടുകളാട്ടോ. അതായത് പൊടി നല്ല തരിതരി ഉണ്ടല്ലോ, തരിതരി നമ്മൾ അരിപ്പേലോ എങ്ങനെ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് വെള്ളത്തിന്റെ കൂടെ വരുന്ന തരിതരി. അപ്പൊ അത് പോണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ ബോട്ടിലും മരളിലും ഒഴിച്ചു വെച്ചേക്കുന്നത് നമ്മൾ അനക്കാതെ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് നോക്കുമായിരുന്നെങ്കിൽ ആ ചെറിയ തരിതരി ആയിട്ടുള്ള പൊടികളെല്ലാം അടിഞ്ഞ് അതിന്റെ അടി കിടക്കും കേട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിന്റെ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുടിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വൈൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ. മധുരം ഓവറായിട്ട് മധുരമില്ല കേട്ടോ. നമ്മളിത് മേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഓവറായിട്ടുള്ള മധുരം വേണ്ട. അതുകൊണ്ട് തന്നെ പഞ്ചസാര ആ ഒരു അളവിലാണ് നമ്മൾ ഇട്ടേന്ന് കേട്ടോ. അതുകൊണ്ട് മധുരം ഓവറായിട്ടില്ല. പിന്നെ കുടിക്കുമ്പം വൈൻ കുടിക്കുന്നവർക്ക് അറിയാലോ, കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആ ഒരു ഗ്യാസും ഒരു തരിതരിപ്പും ഒക്കെ ആ ഒരു ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടും. ആ ഒരു സെറ്റപ്പ് ഉണ്ട് ശരിക്കും. അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് എങ്ങനെയുണ്ട്, അത് കിക്കാവുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. കുടിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ വൈൻ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. വൈൻ കുടിച്ച ഫീൽ ഉണ്ട് കേട്ടോ. തേനീച്ചകൾ വന്നിരിക്കുന്നുണ്ടോ. ഈ സാധനം പൊട്ടിച്ച് കഴിഞ്ഞാൽ ചുറ്റും തേനീച്ചകളും ബട്ടർഫ്ലൈയും. ഇതിന്റെ കളറ് അത്രയ്ക്ക് വരില്ല. വൈൻ്റെ ആ കളറിനോട് മുട്ടി നിൽക്കാൻ പൈനാപ്പിളിന്റെ കളറിന് പറ്റത്തില്ല കേട്ടോ. എന്നെ കാണിച്ചാലും പറ്റത്തില്ല ഈ ഒരു കളറും. അല്ലെങ്കിൽ ഇത് അടിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും വരുന്നുള്ളൂ. കളർ വൈസ് നമ്മുടെ ഗ്രേപ്പിന്റെ കളറാണ്. അത് വൈനായി വന്ന് കഴിഞ്ഞാൽ കളർ ഒരു രക്ഷയില്ല കേട്ടോ. കിക്കുണ്ടോന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കുടിച്ചിട്ട് ഇപ്പൊ ഇത് കിക്കൊന്നും വന്നിട്ടില്ല. എന്നാലും ഒരു കുടിച്ച് ഞാൻ പറഞ്ഞില്ല, സാധാരണ വൈൻ്റെ കിക്ക് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു തരിതരിപ്പം ഒരു കിക്കും ഒക്കെയാണ്. നമ്മുടെ വേറെ ഫോട്ടോ വേറെ വൈനാകുന്നു അടിക്കുന്ന പോലത്തെ ഒരു കിക്കല്ല, വേറൊരു പ്രത്യേക ഒരു മൂഡാണ്. അങ്ങനത്തെ ഒരു കിക്കാണ് ഈ വൈനുകൾക്ക് വന്നെ എന്ന് പറയുമ്പം ചെറിയൊരു പുളിപ്പുണ്ട്. വൈൻ്റേതായിട്ടുള്ള ഒരു കിക്ക് വന്നിട്ടുണ്ട്. കണ്ണിൽ ഇങ്ങനെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. വൈൻ കുടിക്കുന്നവർക്ക് അറിയാൻ പറ്റും കിക്ക് അങ്ങനത്തെ കിക്കാന്നുള്ളത്. ആ ഒരു കിക്ക് ഈ ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ വന്നുണ്ട്. കിക്കെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വേണ്ട. അതൊരു പ്രത്യേക ഒരു മൂഡായിരിക്കും. ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. അത് കിട്ടൂല എന്തായാലും. കഴിഞ്ഞാൽ 8 മാസത്തോളം ഇരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കിട്ടുന്നു ഞാൻ പറയേണ്ട കാര്യമില്ല. 8 മാസം ഇരുന്ന സാധനത്തിന് കിട്ടും. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇരിക്കാനും ടേസ്റ്റിയാണ്, നൈസും മൂഡിന് നമുക്ക് ഇരിക്കാനൊക്കെ സാധിക്കും. അപ്പം ഈ വൈൻ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതുകൊണ്ട് പറയുകയാണ്. കുഴപ്പമില്ല, നല്ല വൈനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 3/4 ഗ്ലാസ് അടിച്ചപ്പം കിക്കിൻ്റെ കാര്യമല്ല പറയാം, നല്ല ടേസ്റ്റും നല്ല ഒരു ഗുണനിലവാരവും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പം നമ്മുടെ ഈ ഒരു വൈൻ എടുക്കുന്ന പരിപാടി ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ വൈൻ ഇട്ട വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൊക്കെ പറഞ്ഞായിരുന്നു വൈൻ എടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടണം, എൻ്റെ അഭിപ്രായം പറയണം, എങ്ങനെ ഉണ്ടെന്നുള്ള അറിയണം എന്നുള്ള. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വേറൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.